അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര പേറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന ശുക്രനക്ഷത്രമാണ് അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ എന്ന ഗാന്ധിയനെ കൂടെ ചേർത്ത് ദില്ലിയിലെ രാംലീല മൈതാനിയിൽ നടത്തിയ ഏറ്റവും വലിയ സമ്മേളനത്തിലൂടെ, നിരാഹാര സത്യാഗ്രഹത്തിലൂടെ ഡൽഹി രാഷ്ട്രീയത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കശക്കിയേറിയാൻ ഒരു കാലഘട്ടത്തിൽ ശക്തി നേടിയ വ്യക്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. 2012 രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി കയ്യിൽ ചൂലുമേന്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന UPA ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതുവരെ ഈ സമര പോരാട്ടവുമായി ആം ആദ്മി പാർട്ടി മുന്നോട്ടു പോയി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായമാണ് അരവിന്ദ് കെജ്രിവാൾ രചിക്കുന്നത് എന്ന് എല്ലാവരും കൊട്ടിഘോഷിച്ചു. ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം തുടർച്ചയായി അദ്ദേഹത്തിന് പിന്തുണ നൽകി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി വിവരിക്കപ്പെടുന്ന ദില്ലിയിൽ വൈദ്യുതിയും വെള്ളവും സൗജന്യമായി നൽകുന്ന രീതിയിലേക്ക് വരെ ആം ആദ്മി പാർട്ടി ചെന്നെത്തി. ദില്ലിക്ക് പുറമേക്ക് ഈ പാർട്ടിയെ വിന്യസിക്കാനുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തി. ഈ കൊച്ചു കേരളത്തിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് വലിയ സംഘടനാ ശക്തി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി തുടർച്ചയായ സംസാരം നടത്തി. 2020 പോലുള്ള കൊച്ചു രാഷ്ട്രീയ പാർട്ടികളെ കൂടെ ചേർക്കാൻ പോലും കേരളത്തിൽ അവർ ശ്രമിച്ചു. അങ്ങനെ ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് ചിറക് വിടർത്താൻ ആഗ്രഹിച്ച ആം ആദ്മി പാർട്ടി ഒടുവിൽ പഞ്ചാബിൽ കൂടി അധികാരത്തിൽ വന്നു. പക്ഷേ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു എന്ന് ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക ഘടകകക്ഷികളും ഒരുപോലെ ആവർത്തിച്ചു പറഞ്ഞു. അസറുദ്ദീൻ ഉവൈസിയെ പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ B ടീമായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നു എന്ന വാർത്ത അതിശക്തമായി പടർന്നു. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 7 MP-മാരാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പുറത്തേക്ക് പോയിരിക്കുന്നത്. രാജിവെച്ചവരാരും ചില്ലറക്കാരല്ല. ഇന്ത്യയെ ഞെട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്, അത് വിവിധ ടെലികോം കമ്പനികൾക്കെതിരെയുള്ളതായിരുന്നു. 28 ദിവസത്തിന് പകരം റീചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 30 ദിവസം വേണം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വിജയം വരിച്ച വ്യക്തിയുടെ പേരാണ് രാഘവ് ചന്ദ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 7 ആളുകളാണ് ഇന്ന് രാജ്യസഭയിൽ നിന്ന് ആം ആദ്മി പാർട്ടി വിട്ട് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെ ആകെ പിടിച്ചു കുലുക്കുമ്പോഴും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ടെലികോം കമ്പനികളെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുമ്പോഴും രാഘവ് ചന്ദയെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല. അതിനു പകരം അദ്ദേഹത്തെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തതയാർന്ന രാഷ്ട്രീയ ബോധം മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്നത്. രാഘവ് ചന്ദ, ഹർഭജൻ സിംഗ്, സ്വാതി മലേവാൾ, സന്ദീപ് പഥക്, അശോക് മിത്തൽ, രജീന്ദ്ര ഗുപ്ത, വിക്രം സാനി, ഈ 7 MP-മാരാണ് ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് BJPയോടൊപ്പം ചേർന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 ആളുകളുടെ രാജി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ രാജി സ്ഥിരീകരിക്കപ്പെടുന്നതേയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കുറേ കാലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ B ടീമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ഒരു ഘട്ടത്തിൽ സ്വന്തം മദ്യനയത്തിൻ്റെ പേരിൽ ഉപമുഖ്യമന്ത്രിയെയും കൂട്ടി ജയിലിൽ പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായി. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിലും ഡൽഹി സംസ്ഥാന രാഷ്ട്രീയത്തിലും BJPയുടെ പിന്തുണയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് അഴിമതിക്ക് കൂട്ടുനിന്ന ഒരു മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടുക വഴി അരവിന്ദ് കെജ്രിവാളിന് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും
അദ്ദേഹം പിൽക്കാലത്ത് നടത്തിയത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അടിയറവ് പറച്ചിലാണ്. ആ രാഷ്ട്രീയപരമായിട്ടുള്ള അടിയറവ് എന്ന് പറയുന്നത് BJP-യോടൊപ്പം ചേർന്ന് വളരെ സൈലൻ്റായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ആദർശ വിശുദ്ധിയിലൂടെ ആ പാർട്ടിയിലേക്ക് ഒരു കാലഘട്ടത്തിൽ ചേക്കേറിയ ആളുകൾ ഇപ്പോൾ അവരെ വിട്ടിരിക്കുന്നത്. പക്ഷേ വിട്ടതിന് ശേഷം അവരും പോയത് BJP-യിലേക്കാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇന്ത്യൻ ദേശീയതയുടെ പര്യായമായി 5.5 പതിറ്റാണ്ടിലധിക കാലം ഇന്ത്യയെ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കാൻ വിവിധ മേഖലകളിൽ കടന്നു വന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒട്ടുമിക്കതും ഇന്ന് അവരുടെ സ്വയം നിലപാട് തകർന്നോ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വനിതാ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടത്. ആ പരാജയപ്പെടുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, 306 സീറ്റുകൾ വേണമായിരുന്നു ആ ബില്ല് പാസ്സാകാൻ. പക്ഷേ 278 അംഗങ്ങൾ മാത്രമാണ് BJP-ക്കും NDA മുന്നണിക്കും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. 211 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി. 186 എന്ന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടിൽ നിന്ന് 211 പേർ വനിതാ ബില്ലിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ BJP-ക്ക് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് BJP പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. അനധിവിദൂര ഭാവിയിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ബില്ലുകളെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ ഇന്നത്തെ പാർലമെന്റിൽ തന്നെ നേടും എന്നുള്ളത്. ഇന്ന് ഈ 7 പേരും രാജിവെച്ചത് പാർലമെന്റിന്റെ ലോക്സഭയിൽ നിന്നല്ല, മറിച്ച് രാജ്യസഭയിൽ നിന്നാണ്. എങ്കിൽ പോലും ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായി വിവക്ഷിക്കുന്ന പല ആളുകളുമുണ്ട്. സ്വാഭാവികമായും ഇവിടെ ജാഗരൂകരായി നിൽക്കേണ്ടത് ഇന്ത്യ മുന്നണി തന്നെയാണ്. ഏത് രീതിയിലുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലൂടെയും 4/3 ഭൂരിപക്ഷം എന്ന വലിയ ലക്ഷ്യത്തിലേക്കെത്താൻ ഭാരതീയ ജനതാ പാർട്ടി ചരടുവലി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള നിദർശനമാണ് ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് കേൾക്കുന്ന ഈ 7 ആളുകളുടെ രാജി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ലോക്സഭയിലേക്കും പടരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ട് തുടർച്ചയായി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി, അധികാര രാഷ്ട്രീയത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് നിരന്തരമായി പരാതി പറയുന്ന ഒരു മുന്നണി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBI-യെയും ഇലക്ഷൻ കമ്മീഷനെ പോലും ദുരുപയോഗം ചെയ്യുന്നു എന്ന് വ്യാപകമായി പരാതി ഉയരുന്ന ഒരു ഘട്ടത്തിൽ കുതിരക്കച്ചവടത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ഭാരതീയ ജനതാ പാർട്ടി കളമൊരുക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഒരു തുടർച്ച അല്ലെങ്കിൽ ആദ്യത്തെ പ്രഹരം ആണ് സത്യത്തിൽ ഇന്ന് രാജ്യസഭയിൽ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം കാണാൻ ഇന്ത്യൻ പാർലമെന്റിലെ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുക തന്നെ വേണം. താൽക്കാലികമായി കിട്ടിയ ഒരു വലിയ നേട്ടത്തിൻ്റെ പിറകിൽ വളരെ ശാന്തമായി നിൽക്കുന്നതിന് പകരം വളരെ സമഗ്രവും അഗ്രസീവുമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണിക്ക് ഇത് താക്കീത് നൽകുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ചുമടും താങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാൾക്ക് സ്വന്തം പാർട്ടിയിലെ 7 MP-മാരെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നു എന്ന് പറയുന്ന ദൗർബല്യം, അത് സ്വാഭാവികമായും നാളെ വരാനിരിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ആരംഭമാണ്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണി കൂടുതൽ ജാഗരൂകരായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്തരം വാർത്തകൾ ഒരു തുടർക്കഥയാകുമോ എന്നും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതാണ്.